ഇന്നൊരു സ്പെഷ്യൽ എഗ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള എഗ് മസാലയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമാണ് ഇത്. ആദ്യം ഇതിലേക്കൊരു 2 സ്പൂൺ നെയ്യ്, ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് 2 സ്പൂൺ. നെയ്യൊന്ന് ചൂടായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 മുട്ട പുഴുങ്ങിയത് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കും. മുട്ടയുടെ പുറഭാഗമൊക്കെ ഒന്ന് വെന്ത് കരിഞ്ഞ് വരണം. ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്, പൊള്ളിയ പോലെയായിട്ട് വെക്കും. ആ പ്രശ്നം വരുന്നത് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചിലപ്പോൾ മുട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് പൊട്ടുക. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. കണ്ടോ, നിറമൊക്കെ മാറി വരുന്നുണ്ട്. അത് നിറം മാറി വരുന്നതനുസരിച്ച് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും അതുപോലെ പൊള്ളിക്കിടും. ഒരുവിധം എല്ലാ ഭാഗത്തും പൊള്ളി കഴിഞ്ഞാൽ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ഞാനിത് വേവിച്ച് വെച്ചതാണ്, ഉപ്പിടുക. അത് നേരെ അതിലേക്ക് ഇടുക. വേറെയുള്ള കലാപരിപാടികളൊന്നുമില്ല. ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. ആദ്യം ഇതുപോലെ ഒന്ന് നെയ്യിൽ പൊള്ളിച്ചെടുക്കുക. ഇത് ഓൾറെഡി വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചാൽ മാത്രം മതി. ഒന്നോ രണ്ടോ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അത് പൊളിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇനി സാധനങ്ങൾ ചേർക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഈ നേരത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ചെയ്ത പോലെ ആയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചൂടാക്കിട്ടാനായിട്ട് ഒന്ന് ഇളക്കുക. അധികം നേരമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ ഒരു സവോള നീളത്തിൽ സവോള ഒന്ന് വെന്ത് വരണം. ശരിക്കും പറഞ്ഞാൽ സവോളയ്ക്ക് വലിയ ഈ ചുവന്ന നിറത്തിലേക്ക് നിൽക്കുന്ന അല്പം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. പൊസിഷനിലേക്ക് എഴുതിയിട്ട് വീണ്ടും വരാം. സവോള നന്നായിട്ട് വാടി വരുന്നതിന് ആവശ്യമായിട്ടും കറിക്ക് മൊത്തത്തിലും ആവശ്യമായിട്ടും നമ്മൾ 1 സ്പൂണ് ഉപ്പ്, സവാള കുറച്ച് വേഗത്തിൽ ഒന്ന് വാടി കിട്ടും.
അതുപോലെ ഈ മുട്ടയുടെ മുകളിലും ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലുമൊക്കെ ഈ പറഞ്ഞ ഉപ്പൊന്ന് പിടിക്കുകയും ചെയ്യും. അടച്ചു വയ്ക്കുക. ഒന്ന് വാടി വരട്ടെ. ഇപ്പം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു പൊസിഷനിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സവോള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി മുഴുവനായിട്ട് ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കും. വീണ്ടും ഒന്ന് ഇളക്കുക. വീണ്ടും അടച്ചു. ഇപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. അത് ആ ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങളത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീ കൂടി വരും. പക്ഷെ കുറച്ചുകൂടി വേഗത്തിലായിരിക്കണം കാര്യങ്ങളെല്ലാം ചെയ്യും. തക്കാളി നേരത്തെ മുട്ടയൊക്കെ ചെയ്ത പോലെ ഒന്ന് പൊള്ളിക്കിട്ടുകൊണ്ടു അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട്. തക്കാളി അങ്ങനെ തന്നെ കിടക്കണം, അങ്ങനെ തന്നെ കടിക്കുകയും വേണം. അപ്പോഴാണ് അതിൻ്റെ സ്വാദും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയും തക്കാളി അങ്ങനെ കിടക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. പഞ്ചസാര വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. ഇപ്പോൾ സ്വാഭാവികമായിരിക്കും നിങ്ങൾ എന്തിനാണ് ഈ പഞ്ചസാര വെള്ളത്തിൽ തിളപ്പിക്കുന്നത്. പഞ്ചസാര വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത് പച്ചയായിട്ടാണ് കിടക്കും. നിങ്ങൾ ഉപ്പിട്ട വെള്ളത്തിലാണ് തിളപ്പിക്കുന്നതെങ്കിൽ ഇതിന് ഈ പച്ചനിറം ഉണ്ടാകും. എന്തിനാണ് ഇത് ആദ്യം വെള്ളത്തിലെടുത്ത് തിളപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് വേകാനുള്ള സമയം കിട്ടും. അപ്പം അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടാണ് ഇത് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിക്കുന്നത്. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കും, ഒന്ന് സെറ്റ് ആവാനായിട്ടാണ്. അല്ലെങ്കിൽ ഒന്ന് മൊത്തം ഒന്ന് വെന്ത് വേണം. 5 മിനിറ്റിനുള്ളിൽ വീണ്ടും വേണം. ഇപ്പോൾ ഒന്ന് സെറ്റായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഒന്ന് ഇളക്കുക. ആ മഞ്ഞൾ എല്ലാ സ്ഥലത്തും വെക്കണം. ഒന്ന് ഇളക്കുക. ഇനി ഇടാനുള്ളത് 2 സ്പൂണ് മല്ലിപ്പൊടി. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. 2 സ്പൂണൊക്കെ മതി, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. പക്ഷെ മുട്ടയിൽ എപ്പോഴും മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഈ വക സാധനങ്ങൾ ഭയങ്കര ടേസ്റ്റാണ്. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കുക. ഇനി അടുത്ത് ഇടുന്നത് 1/2 സ്പൂണ് ഗരം മസാല. ഗരം മസാല അധികം വേണ്ട, ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല ഉപയോഗിക്കാം. ചിക്കൻ മസാലയാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ ഇടാം. ഇവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ടാണ് 1/2 സ്പൂണിൽ നിന്നത്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാലയൊക്കെ ആണെങ്കിൽ 1 സ്പൂണ്
നല്ല, കാരണം അതിന് വലിയ ഫ്ലേവറൊന്നും കിട്ടില്ല. ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഈ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വേകുന്ന അല്ലെങ്കിൽ പാകുന്ന ഒരു പൊടിയാണ്. അപ്പം അതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പം മുളക് പൊടി അവസാനം ചേർത്താൽ മതി, മറ്റ് മുളകുകളെ അപേക്ഷിച്ച് അവസാനം ചേർത്താൽ മതി. അതുപോലെ തന്നെയാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ ഏറ്റവും അവസാനം ചേർക്കാം. കാരണം മറ്റൊന്നുമല്ല, കുരുമുളക് പൊടിയും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വേവുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫ്ലേവറോ അതിന് ഗുണമോ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് അവസാനം ചെറു ചൂടിൽ ചേർക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എല്ലാം ഒരു സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കും. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട റെഡിയാണ്. ഇനി ഇതിലേക്ക് 3 സാധനങ്ങളാണ് ചേർക്കുന്നത്. 1 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി അല്ല മല്ലിയില, ഒരു ഭംഗിക്കായിട്ടാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും സാധനങ്ങൾ ചേർക്കുക, ഇളക്കുക. കാരണം ആ ബട്ടറൊക്കെ ഈ എല്ലാ ഭാഗത്തും എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാ സൈഡിലേക്കും എത്തും. ഇത്രയും മതി. നിങ്ങൾക്ക് ഒരു നല്ല മുട്ട റോസ്റ്റ് കഴിയും. ഒന്ന് അടച്ചു വയ്ക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യുക.